ഹായ് കൂട്ടുകാരെ, മീഡിയ 7+ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ചാണ്. സിലിണ്ടറിന്റെ റെഗുലേറ്ററിന്റെ സൈഡ് വഴി ഗ്യാസ് ലീക്കേജ് ആകാറുണ്ട്. കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് ഗ്യാസിന്റെ സ്മെല്ല് വരാറുണ്ട് ചില വീടുകളിലൊക്കെ. അപ്പൊ അങ്ങനെ സ്മെല്ല് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കണം. അപ്പൊ ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതുപോലെ തന്നെ പല വീട്ടമ്മമാർക്കും ഇന്നും ഗ്യാസ് സിലിണ്ടർ കാലിയായി കഴിഞ്ഞാൽ അതിന്റെ റെഗുലേറ്റർ മാറ്റി ഫുൾ സിലിണ്ടർ വെച്ച് അതിന്റെ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നത് പല വീട്ടമ്മമാർക്കും അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടി അതുകൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ റെഗുലേറ്റർ ഇതിന്റെ മണ്ടയ്ക്ക് ഫിറ്റ് ചെയ്ത ശേഷവും നമ്മൾ കിച്ചണിലേക്ക് സ്ലാബിന്റെ കീഴിലോട്ട് ഇങ്ങനെ നീക്കി വെക്കുമ്പോൾ ഈ ട്യൂബ് ഇങ്ങനെ ബെൻഡ് ആവുകയും ഇതിന് റെഗുലേറ്ററിന് ചെറിയ ചലനം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഈ സൈഡ് വഴി നമ്മൾ റെഗുലേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ലീക്കേജ് ആകുന്നുണ്ട്. അത് കണ്ടിന്യൂ ലീക്കേജ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇതുപോലെ ഒരു വള്ളി എടുക്കുക. വള്ളി എടുത്ത ശേഷം ഈ ട്യൂബിൽ ഇതുപോലെ ടൈറ്റിൽ പിടിച്ചിട്ട് ഇതിന്റെ ഒരു സൈഡിൽ നമ്മളിത് മേപ്പോട്ട് താപ്പോട്ടും കളത്തരുത്. എങ്ങനെ ഇരിക്കുന്നു ആ പൊസിഷനിൽ തന്നെ ഇതെല്ലാം ടൈറ്റിൽ ഇങ്ങനെ കെട്ടുക എന്നുള്ളതാണ്. നമ്മളെക്കൊണ്ട് എത്ര ടൈറ്റിൽ കെട്ടാൻ പറ്റുമോ അതിന് ടൈറ്റിൽ ഇത് ഇതിനോട്ട് വലിച്ച് കെട്ടുക. ഇങ്ങനെ ടൈറ്റിൽ വലിച്ചു കെട്ടുക. ടൈറ്റിൽ വലിച്ചു കെട്ടിയ ശേഷം നമ്മൾ എങ്ങോട്ട് നീക്കിയെന്ന് പറഞ്ഞാൽ ഈ റെഗുലേറ്ററിന് ചലനം സംഭവിക്കത്തില്ല. ഇങ്ങനെ ഇതിലെ സൈഡിലുള്ള ലീക്കേജ് മാറിക്കിട്ടും. കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലെയാണ് ലീക്കേജ് വരുന്നത്. റൂമിൽ മൊത്തം നമ്മുടെ കിച്ചണിൽ മൊത്തം ഗ്യാസിന്റെ സ്മെല്ലും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇതേപോലെ ഒരു ടൈറ്റ് കെട്ട് കെട്ടി വെക്കുക. ഈ കെട്ട് കെട്ടി കഴിഞ്ഞ ശേഷവും ഓൺ ചെയ്യുന്ന സമയത്ത് ഗ്യാസിന്റെ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം റെഗുലേറ്റർ നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് നീക്കം ചെയ്ത ശേഷം നമുക്ക് ഇതിനുള്ളിൽ ഒരു വാഷർ ഉണ്ട്, അതെടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് കെട്ടഴിച്ച ശേഷം നമ്മൾ ഇത് നീക്കം ചെയ്യണം. നീക്കം ചെയ്യുന്ന സമയത്ത് എപ്പോഴും റെഗുലേറ്റർ ഓഫ് ആയിരിക്കണം. റെഗുലേറ്റർ വെക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് റെഗുലേറ്റർ ഓൺ ആണോ ഓഫ് ആണോ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഓഫ് ചെയ്ത ശേഷം റെഗുലേറ്റർ നീക്കം ചെയ്യുകയും വെക്കുകയും ചെയ്യാവും. ഓൺ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ മണ്ടയ്ക്ക് പ്രസ് ചെയ്യുമ്പോൾ സ്മെല്ല് പെട്ടെന്ന് ഗ്യാസ് എല്ലാം വെളിയിൽ വരും. നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ റെഗുലേറ്റർ നീക്കം ചെയ്ത ശേഷം ഇതിനുള്ളിൽ ഒരു വാഷർ ഉണ്ട്. അതായത് റെഗുലേറ്റർ ഫിറ്റ് ആകാൻ വേണ്ടിയുള്ള ഒരു വാഷറാണ്. ഈ വാഷർ എടുത്താലും ഉള്ളിൽ നിന്ന് ഗ്യാസ് ലീക്കേജ് ആകത്തില്ല. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ വാഷർ നമ്മൾ നീക്കം ചെയ്യുകയാണ്. ഇത് നീക്കം ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഇനി ഒരു സിലിണ്ടർ ഉണ്ടാവുള്ളൂ. ഫുൾ സിലിണ്ടർ ആയാലും ഏതായാലും കാലി സിലിണ്ടർ ആയാലും കുഴപ്പമില്ല. അതിന്റെ വാഷർ എടുക്കുക. ഇതുപോലെ വാഷർ നീക്കം ചെയ്യുന്നത് ഇതുപോലെ 2 സൂചി എടുക്കുക. ചെറുക സൂക്ഷിച്ച് ഒരു സൂചി കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മറ്റേ സൂചി ഇങ്ങനെ പൊക്കി ചെയ്തെടുക്കാൻ. ഇതാണ് ആ വാഷർ. ഈ വാഷർ നമ്മൾ നീക്കം ചെയ്തിട്ട് കാലിയായ സിലിണ്ടറിൽ നിന്നൊരു വാഷർ നമ്മൾ എടുത്തിട്ട് ഇതിന് ഫിറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ മറ്റേ ഇരിക്കുന്ന സിലിണ്ടറിൽ നിന്ന് എടുത്ത വാഷറാണ്. ഈ വാഷറിനെ ഇതിനുള്ളിൽ നമ്മൾ വെക്കുകയാണ്. അത് സെറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ റെഗുലേറ്റർ എടുത്തിട്ട് ഇതുപോലെ ഇതിന്റെ ലോക്കൽ ടൈറ്റിൽ പിടിക്കുക, പ്രസ് ചെയ്യുക, ഇടുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ കെട്ട് ഇത് കമ്പൽസറി ഇത് കെട്ടി നിർത്തുന്നത് നല്ലതാണ്. ലീക്കേജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു സിലിണ്ടർ മാറ്റി വെച്ച ശേഷം ഗ്യാസ് പുതിയത് വെക്കുമ്പോൾ ഇതുപോലെ ഒരു കെട്ട് കെട്ടി വെക്കുന്നത് നല്ലതായിരിക്കും. കൂടുതലും ലീക്കേജ് ഇങ്ങനെയുള്ള ഈ ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് കൊണ്ടുള്ള ലീക്കേജ് ആണ്. ഈ ഒരു കെട്ട് നമ്മൾ എപ്പോഴും കെട്ടി വെച്ചേക്കുന്നത് ഏത് സിലിണ്ടർ എടുത്ത് വെച്ചാൽ ഈ ഒരു കെട്ട് വെക്കുന്നത് നല്ലതാണ്. ഇതിന് ഒരു ഫുൾ ടൈറ്റ് കിട്ടും ഈ ഒരു കെട്ട് കെട്ടുന്നതോടുകൂടി. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മളിതിപ്പോ വാഷറും പുതിയതിട്ട് ഇത് കെട്ടിവെച്ച ശേഷവും ഗ്യാസിന്റെ സ്മെല്ല് വരികയാണെങ്കിൽ ഇനി നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ നേരെ ഗ്യാസ് ഏജൻസിയെ വിളിച്ച് പറഞ്ഞ് ഗ്യാസ് സിലിണ്ടർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാലിയായ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ നീക്കം ചെയ്യുന്നത് ഇതിന്റെ താഴിലൊരു ലോക്കുണ്ട് റെഗുലേറ്ററിന്റെ. ആ ലോക്കിൽ 2 കൈ ഉപയോഗിച്ച് ടൈറ്റിൽ ഇങ്ങനെ മേപ്പോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, നേരെ ഇങ്ങനെ പോക്കുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ ലോക്ക്. നമ്മൾ എപ്പോഴും ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്തും എടുക്കുന്ന സമയത്ത് ഈ ലോക്കൽ 2 കൈ ഉപയോഗിച്ച്, ഒറ്റ കൈ അല്ല 2 കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഫുൾ സിലിണ്ടർ എടുത്ത് വെച്ച ശേഷം നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നത്
ആദ്യമേ ഇത് നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, ഞാൻ നീക്കം ചെയ്തതാണ്. ആ പ്ലാസ്റ്റിക് നീക്കം ചെയ്ത ശേഷം ഇത് ഈ ചെറുകയിൽ ഇങ്ങനെ ടൈറ്റ് പിടിക്കുക. ടൈറ്റ് പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് ടൈറ്റ് പിടിച്ചുകൊണ്ട് ഈ അടപ്പിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് എടുക്കാൻ കഴിയും. ഇത് വലിച്ചു പിടിക്കാതെ ഇത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഒറ്റക്കൈ കൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്, വരത്തില്ല, ഇത് ബുദ്ധിമുട്ടാണ്. ഇതിൽ എപ്പോഴും വലിച്ച് ഇങ്ങനെ ടൈറ്റിൽ പിടിക്കുക. ഈ ഒരു കൈ കൊണ്ട് ഈസിയായിട്ട് നീക്കം ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഫുൾ സിലിണ്ടർ എടുത്ത ശേഷം നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യണം. ഒരിക്കലും മേളിൽ വശത്തൂടെ ഇങ്ങനെ വെക്കരുത്. എപ്പോഴും ഇതിന്റെ കീഴിൽ കൂടെ തന്നെ ഇതിനെ ട്യൂബ് കൊണ്ടുവന്നിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ 2 കൈ ഉപയോഗിച്ച് ഇതിന്റെ ലോക്കൽ ഇങ്ങനെ പ്രസ് ചെയ്യുക, മണ്ടയ്ക്ക് നേരെ വെക്കുക, ലോക്ക് വിടുക, നേരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ലോക്ക് വെട്ടുക. ലോക്ക് വീഴുന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഇനി വീട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോകൾ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.